അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ അത് ആ സമാധിയാണ്. ഇത് ശക്തിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. സൂര്യൻ എപ്രകാരമാണോ സൂര്യൻ്റെ ഊർജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ശക്തി. വരുന്നവർക്കെല്ലാം ഐശ്വര്യവും അതിനോടൊപ്പം വരപ്രാപ്തി എല്ലാം ലഭിക്കുന്നതായിരിക്കും. മംഗളദായകനായിട്ടായിരിക്കും ഇനി ഇവിടം അദ്ദേഹം വിരാജിക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരാഴ്ചയോളമായി വിവാദത്തിൽ നിൽക്കുന്ന നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധിക്ക് മുൻപിലാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മഹാസമാധി നടന്നത്. ഇതിന് ശേഷം ഇപ്പോൾ ഈ ഒരു കുടുംബം തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇന്നലെ അച്ഛൻ്റെ സമാധി വലിയൊരു മഹാസമാധിയായ രീതിയിലാണ് നടന്നത്. ഇത്തരത്തിൽ വലിയ സന്യാസിമാരും ഒരുപാട് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇത്തരത്തിലുള്ളൊരു സമാധി പ്രതീക്ഷിച്ചിരുന്നോ താങ്കൾ? തീർച്ചയായിട്ടും. അതായത് അച്ഛൻ എന്ന് പറയുന്ന ഒരു ഈശ്വരനെ അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞ ഒരാൾ എപ്രകാരമാണെന്ന് അത് തീർച്ചയായിട്ടും അത് ശക്തിയാവും. അതായത് ഇന്നല്ല, അത് ഈ ഒരു സംഭവം നടന്നില്ലെങ്കിൽ പോലും, ഈ ഒരു വിവാദങ്ങൾ വന്നില്ലെങ്കിൽ പോലും സമാധി എന്ന് പറയുന്ന ഒരു യോഗീശ്വരനായി മാറിയ ആൾ അതിനുശേഷം ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കള്ളം പറയുകയല്ല, വേറെ ഒന്നല്ല. ആ സമാധി എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അത് ആ സമാധിയാണ്, ശക്തിയാണ്. അതായത് ഇവിടുത്തെ മന്ത്രമൂർത്തിയാണ് യോഗീശ്വരൻ. ആദ്യം മുതലേ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൽ ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശക്തിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉള്ളത് തന്നെയാണ്, സത്യമാണ്. നേരത്തെ അത് ഉള്ള സത്യമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമെന്നാണ് അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട്. അതായത് ലോകം മൊത്തം ഈ ഊർജത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ എപ്രകാരമാണോ സൂര്യൻ്റെ ഊർജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ശക്തി, യോഗീശ്വരൻ്റെ ശക്തി. തീർച്ചയായിട്ടും അതിൻ്റെ ഊർജവും അതിൻ്റെ ശക്തിയും എല്ലാവർക്കും അനുഗ്രഹമായിട്ട് എല്ലാവരിലും, അതായത് ആരെല്ലാമാണോ ഇതിനെ സ്മരിച്ചും ഇതിനെ വണങ്ങിയും ഇതിനെ അത്ര വ്രതശുദ്ധിയോടുകൂടി ശരിക്കും ഇതിനെ ദർശനത്തിന് വരുന്ന, ഇനി 41ാമത്തെ ദിവസം ലിംഗപ്രതിഷ്ഠയാണ്, ശിവരാത്രിയാണെന്ന്. അത് തീർച്ചയായിട്ടും അത് ശക്തിയായി തന്നെ നിലകൊള്ളും. വരുന്നവർക്കെല്ലാം ഐശ്വര്യവും അതിനോടൊപ്പം വരപ്രാപ്തി എല്ലാം ലഭിക്കുന്നതായിരിക്കും. മംഗളദായകനായിട്ടായിരിക്കും ഇനി ഇവിടം അദ്ദേഹം വിരാജിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയൊരു ക്ഷേത്രമായി അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പണ്ടേ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനോടനുബന്ധിച്ച് തന്നെ അച്ഛൻ ആധാരശില കല്ലിട് കർമ്മം അച്ഛനാണ് നടത്തിയത്. അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മഹാക്ഷേത്രമായി മാറും. പിന്നെ അത് പക്ഷേ കാലങ്ങളോളം എടുക്കും എന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കാലമെടുത്തതാവുമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു വിവാദമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? എല്ലാ സംഭവങ്ങളും എന്തെങ്കിലും ഒരു ഇതിലായിരിക്കും. അതായത് ഈ വാദങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ അറിവില്ലായ്മ. അതായത് സമാധി എന്തെന്നും ക്ഷേത്രം എന്തെന്നും ഒന്നും അറിവില്ലായ്മയാണ് എല്ലാത്തിനും കാരണം. ഇന്ന് വരുന്ന തലമുറയ്ക്ക് എന്താണ് ഈശ്വരനാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. സമാധി എന്തെന്നും ക്ഷേത്രം എന്തെന്നും, ക്ഷയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രമെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നത്തെ തലമുറ ഒരാൾ അഡ്വക്കേറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഹിന്ദു സനാതന ധർമ്മത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം കളക്ടറാവാൻ പഠിക്കുന്നു. പല രീതിയിൽ ഇന്നത്തെ മക്കളെ പഠിപ്പിച്ച് അങ്ങോട്ട് വിടുന്നതല്ലാതെ സനാതന ധർമ്മം എന്തെന്ന് പറഞ്ഞു കൊടുത്ത് ഈശ്വരനുമായിട്ടുള്ള ആ ലിങ്കൊന്നും പറയത്തില്ല. ആ ഈശ്വരനെ കാണുവാൻ ശ്രമിക്കുകയോ, തന്നിലിരിക്കുന്ന എല്ലാം നിങ്ങളിലും ഇരിക്കുന്നുണ്ട് ആ ഈശ്വരൻ, നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ മരണമെന്ന് പറയുന്ന, അതായത് ഈ വരുന്ന അറിവില്ലായ്മയുടെ ഭാഷയിൽ മരണമെന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ പുച്ഛിച്ച് കളയുന്ന, അതാണ് ഈ പ്രശ്നം. സമാധി എന്ന് പറയുന്ന അതിനെ ആ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ശക്തി അറിയാൻ പറ്റുന്നത്. അപ്പോൾ തൻ്റെ അറിവില്ലായ്മയാണ്, ഓരോരുത്തരുടെയും ജ്ഞാനം, അതായത് അറിവില്ലായ്മയാണ് ഈ പ്രശ്നത്തിനെല്ലാത്തിനും കാരണമായത്. ഇന്ന് പറഞ്ഞു കൊടുക്കത്തില്ല, ഹിന്ദുക്കൾ പറഞ്ഞു കൊടുക്കത്തില്ല. ഈ ഒരു വരും തലമുറയ്ക്ക് അറിയാവുന്ന ആരും പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഈ ഒരു പ്രശ്നമാണ് ഇതിലേക്ക് എത്തിച്ചത്. ഈ സമാധി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് മറ്റുള്ളവരെ അറിയിക്കാത്തതിലൊരു, ഞാൻ പറഞ്ഞുതരാം, അന്നും ഇന്നും, അതായത് ഈ പ്രപഞ്ചത്തിൽ അന്നും ഇന്നും ഉള്ള, അതായത് സനാതനധർമ്മം വേദശാസ്ത്രങ്ങൾ അന്നും ഇന്നും തിരുത്തപ്പെട്ടിട്ടില്ല.
അന്നുള്ള വേദവും ശാസ്ത്രവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തിരുത്തപ്പെട്ടില്ല. അന്നത്തെ സനാതന ധർമ്മം എന്ന് പറയുന്ന അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇനി എത്ര വരും തലമുറ, ഇനി എന്തെല്ലാം തലമുറകൾ ഇനി ഉണ്ടായിരുന്നാലും അതൊന്നും തിരുത്തപ്പെടത്തില്ല. ആധുനിക ശാസ്ത്രം ഇനി എങ്ങനെയൊക്കെ പുരോഗമിച്ചാലും ശരി, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേ കലകളിൽ തന്നെ ശിവൻ്റെ 64 കലകൾ എപ്രകാരമാണോ അന്നും ഇന്നും നിലനിൽക്കുന്നത്. അതായത് തെറ്റായ രീതിയിൽ ഒരിക്കലും ഒരു നൃത്തം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാവരുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സംഗീതം തെറ്റായ രീതിയിൽ ഒരാൾക്ക് ആലപിക്കാൻ പറ്റില്ല. അത് യഥാർത്ഥ രീതിയിൽ തന്നെ 7 സ്വരങ്ങളും കൃത്യമായ പാതയിൽ സഞ്ചരിച്ച് ആ പ്രണവാകാരത്തോടു കൂടി തുടങ്ങുന്ന ഓംകാരം അത് തെറ്റായ രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് ഇത് ഒരിക്കലും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പം തെറ്റായ കണ്ണുകൊണ്ട് കണ്ടതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോട് മകൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു ക്ഷേത്രവും ഈ ഒരു ചുറ്റുപാടും ഉൾപ്പെടെ വലിയ ഒരു ക്ഷേത്ര സന്നിധിയായി മാറിക്കഴിയും, അല്ലെങ്കിൽ ഒരു ആരാധനാ കേന്ദ്രമായി മാറും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.